കേരളം കഥ പറയുമ്പോൾ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു ചെറിയ സംസ്ഥാനം കേരളം. ശ്യാമസുന്ദര കേരകേദാരഭൂമി, ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. തെക്ക് കിഴക്ക് തമിഴ്നാടും വടക്ക് കർണാടകവും പടിഞ്ഞാറ് അറബിക്കടലും. മലയാള ഭാഷയാൽ സമ്പന്നം. വൈവിധ്യമേറിയ ഭൂപ്രകൃതി നിറഞ്ഞ കേരളം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരമാണ് തലസ്ഥാന നഗരി. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ഇങ്ങ് വടക്കേ അറ്റത്തും. ആകെ 14 ജില്ലകൾ. 1956 നവംബർ 1 രൂപീകൃതമായി. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാട് എന്നതിനാൽ കേരളം എന്ന പേര് വന്നു എന്ന അഭിപ്രായമാണ് പ്രബലം. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. കേരവും സ്ഥലം എന്ന അർത്ഥം വരുന്ന അളം എന്ന പദവും ചേർന്നാണ് കേരളമായത് എന്നത് ഈ അഭിപ്രായത്തിന് ബലമേകുന്നു. ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യ നൂറ്റാണ്ടിലെ ഗ്രീക്ക്, റോമൻ, ചൈനീസ് യാത്രാരേഖകളിൽ കേരളത്തെ പ്രതിപാദിക്കുന്നു. പുരാതന കാലം മുതൽ ചേര രാജവംശത്തിന് കീഴിലായിരുന്നു കേരളം. യഹൂദരുമായുള്ള വ്യാപാര ബന്ധം ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസിന്റെ കേരളത്തിലേക്കുള്ള വരവിന് കളമൊരുക്കിയതായും ചരിത്രം പറയുന്നു. 3.5 കോടിയോളം ജനങ്ങളുള്ള കേരളത്തിന് ഇന്ത്യയുടെ 1.18 വിസ്തീർണം മാത്രമേ ഉള്ളൂ. 44 നദികളുണ്ട് കേരളത്തിൽ. 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു. കബനി നദിയും ഭവാനി നദിയും പാമ്പാറും മാത്രം കിഴക്കോട്ടൊഴുകി കാവേരിയിൽ ലയിക്കുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കൊല്ലം എന്നീ ജില്ലകളിലായി 9 നദീജല പദ്ധതികളും 3 പവനോർജ പദ്ധതികളും 5 താപോർജ പദ്ധതികളാലും സമ്പുഷ്ടമാണ് കേരളം. 9 ജില്ലകൾ കടലിനോട് ചേർന്ന് നിൽക്കുന്നു. കരയിൽ നിന്നും 320 കിലോമീറ്റർ ദൂരം കടലിൽ കേരളത്തിന് മത്സ്യബന്ധനത്തിന് അവകാശമുണ്ട്. ഡിസംബർ മാസം മുതൽ ഫെബ്രുവരി വരെ കേരളത്തിന് മഞ്ഞുകാലം. വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയും, ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുമാണ് കേരളത്തിൽ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ തുലാവർഷം. ദേശീയപാത, സംസ്ഥാനപാത, ജില്ലാപാത, പഞ്ചായത്ത് പാത, ഇങ്ങനെ റോഡ് ഗതാഗതം സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ഇടുക്കിയും വയനാടും ഒഴികെ മറ്റു മുഴുവൻ ജില്ലകളിലും റെയിൽവേ സൗകര്യമുണ്ട്. 1861 ബേപ്പൂര് മുതൽ തിരൂര് വരെയായിരുന്നു ആദ്യ റെയിൽപാത എന്ന് പറയുന്നത്. ജലഗതാഗത സൗകര്യവും കേരളത്തിൽ ഏറെ മെച്ചപ്പെട്ടതാണ്. അവസാനം രൂപം കൊണ്ട കണ്ണൂരിലെ വിമാനത്താവളം 2018 ഡിസംബർ 9 പ്രവർത്തനം ആരംഭിച്ചു. പുതിയൊരു വിമാനത്താവളം കേരളത്തിൽ എരുമേലിയിൽ വരുമെന്നാണ് പ്രതീക്ഷ. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ബഹുകക്ഷി ജനാധിപത്യ സംവിധാനമാണ് നിലവിലുള്ളത്. മതസൗഹാർദ്ദത്തിനും ആതിഥ്യ മര്യാദയ്ക്കും എന്നും ഒരു പടി മുന്നിൽ തന്നെ എൻ്റെ കേരളം. വരുന്നുണ്ടേ 89.6 FM സർഗക്ഷേ